Hey guys, Ranjit here. So what if I tell you, degree level preliminary examination syllabus around ഒരു 60% വളരെ സ്മാർട്ടായിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിച്ചാൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നും തന്നെയല്ല. ദിസ് ഇസ് ജസ്റ്റ് അബൌട്ട് എക്സാം ഇൻ്റലിജൻസ്, സ്മാർട്ടായിട്ടുള്ള പ്രിപ്പറേഷൻ, ക്ലിയർ ആയിട്ടുള്ള എക്സിക്യൂഷൻ. ഇതാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എനിവേ, വിത്തൗട്ട് ഫോർ ദ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ആദ്യമായിട്ട് സ്റ്റോപ്പ് ചേസിങ് ദിസ് 100% സിലബസ് കവറേജ്. അതായത് സിലബസ് 100% കവർ ചെയ്യാമെന്നുള്ളൊരു റേസിലാണ് നിങ്ങളെങ്കിൽ അത് ആദ്യമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ മുൻപുള്ള വീഡിയോയിലും സൂചിപ്പിച്ചൊരു കാര്യമാണ്. പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. ഇറ്റ്സ് നോട്ട് എ മാർക്സ് റേസ്. ഹൈ വാല്യൂ ഏരിയാസ് ആണ് ഇവിടെ മാറ്റർ ചെയ്യുന്നത്. ടു മെനി ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുക നമ്മുടെ പ്രിപ്പറേഷൻ ബെറ്റർ ആവുകയല്ല, മറിച്ച് അത് വളരെ ഷാലോ ആയിട്ട് മാറും. ഈ ഹൈ വെയിറ്റേജ് ഏരിയാസ് ഡൈല്യൂട്ടഡ് ആയിട്ട് മാറും. നമ്മളിവിടെ ചെയ്യേണ്ടത് മാസ്റ്റർ വാട്ട് മാറ്റേഴ്സ്. ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ നമുക്ക് മാറ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സ്ട്രാറ്റജി ആയിരിക്കേണ്ടത്. പ്രിലിംസ് ഇസ് ഓൾ അബൌട്ട് ക്രോസിംഗ് ദ ലൈൻ. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യുക എന്നുള്ളതല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനിൽ നമ്മൾക്ക് പ്രിലിംസ് അതിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കണം. ആൻഡ് റിമെമ്പർ വൺ തിങ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു കാര്യമാണ്, ഈവൻ ദോ ഇതൊരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണെങ്കിലും ഇതൊരു ക്വാളിറ്റിയുള്ള പരീക്ഷയാണ്. ഡെഫിനറ്റ്ലി ഇറ്റ് റിക്വയർസ് എ ക്വാളിറ്റി പ്രിപ്പറേഷൻ. അതുകൊണ്ട് തന്നെ മുൻപിലുള്ള സമയം വളരെ സ്ട്രാറ്റജിക്കലി നല്ല രീതിയിൽ വിനിയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കണം. റിവിഷൻ ആൻഡ് പ്രാക്ടീസ് എന്നുള്ളത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതല്ലാതെ വളരെ പെരിഫറലായി നമ്മൾ ഓരോ ടോപ്പിക്കിലും ടച്ച് ചെയ്ത് അങ്ങനെ സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തിയാൽ യഥാർത്ഥത്തിൽ അത് ബാക്ക് ഫയർ ചെയ്യുകയാണ് ചെയ്യുക. ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല. നമ്മുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് ബി റിയലി സ്ട്രോങ് ഇനഫ് ടു ക്രോസ് ദ കട്ട് ഓഫ്. ആദ്യമായിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ടത് പ്രിലിമിനറി എക്സാമിനേഷനെ കുറിച്ചുള്ള ഈ ഒരു ക്ലാരിറ്റിയാണ്. പ്രിലിമിനറി എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം ദ ഗെയിം ഇസ് വെരി സിമ്പിൾ. 50% എന്ന് പറയുന്നത് ആപ്റ്റിറ്റ്യൂഡ് റീജിയൻ ആണ്. അതായത് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി 20 മാർക്സ്, ജനറൽ ഇംഗ്ലീഷ് 20 മാർക്സ്, അതായത് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി എന്ന രീതിയിൽ 20 മാർക്സ്, ആൻഡ് റീജിയണൽ ലാംഗ്വേജ് എന്ന രീതിയിൽ മലയാളം 10 മാർക്ക്. അങ്ങനെ ആപ്റ്റിറ്റ്യൂഡ് എന്ന രീതിയിൽ നമുക്ക് പൊതുവെ ആ വിഭാഗത്തിന് 50 മാർക്സിൻ്റെ ഒരു ഷെയർ അല്ലെങ്കിൽ 50%ൻ്റെ ഒരു ഷെയർ എന്ന് പറയാം. ഇനി ഹൈ ഈൽഡ് GK എന്ന രീതിയിൽ ഏറ്റവും അധികം മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനുള്ള GK വിഭാഗങ്ങളായിട്ടുള്ള ഹിസ്റ്ററി, അതോടൊപ്പം തന്നെ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, ഇതിന് 20% അഥവാ 20 മാർക്സിൻ്റെ ഷെയർ ആണുള്ളത്. ചുരുക്കത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ആപ്റ്റിറ്റ്യൂഡ് എന്ന വിഭാഗം കൺസിഡർ ചെയ്താൽ, ആ സിലബസിൻ്റെ ഒരു വലുപ്പവുമായിട്ടൊക്കെ നമ്മളതിനെ കമ്പയർ ചെയ്താൽ അവിടെ ഒരു 35 to 40% ആണ് ആ സിലബസിൻ്റെ ഒരു ഭാഗം എന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ അറൗണ്ട് ഒരു 20% ഈ ഹൈ ഈൽഡ് GKക്ക് കൂടി ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അറൗണ്ട് ഒരു 60% സിലബസ് കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മളവിടെ 70% മാർക്സിൻ്റെ ടോപ്പിക്കുകൾ അഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി റിമൈനിങ് ആയിട്ടുള്ള 30% GK ഉണ്ട്. അത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യുകയല്ല, അതിലേക്ക് നമ്മൾക്ക് കടക്കാം. ഇവിടെ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ മാർക്സ് ഡിസ്ട്രിബ്യൂഷനും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ഫോക്കസ് ഏരിയ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു പിക്ചറാണ്. 60% ഇസ് ഇനഫ്, ബട്ട് വി ഗോ സേഫർ. കാരണം നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഈ 60% സിലബസ് എന്ന് പറയുന്നത് അത് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഈ 70% മാർക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഈ 60% മാത്രം പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് 70 മാർക്സ് കിട്ടും എന്നുള്ളതല്ല. ഓഫ് കോഴ്സ് ഈ 60% നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചാൽ ഈ ഒരു പർട്ടിക്കുലർ പ്രിലിംസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏതൊരു പരീക്ഷയുടെയും പ്രിലിമിനറി കട്ട് ഓഫ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പാസ്റ്റിലുള്ള കട്ട് ഓഫ് മാർക്സും അത്തരത്തിലുള്ള ട്രെൻഡും ഒക്കെ നമുക്ക് നോക്കിയാൽ സിമ്പിളായിട്ട് അസ്യൂം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണത്. ബട്ട് അഗെയിൻ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കുന്നില്ല. കാരണം നമ്മളിവിടെ 60% ആ സിലബസ് ടാർഗറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ അവിടെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും പെർഫെക്ഷനോടുകൂടി നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നൊരു അസംഷൻ നമ്മൾ എടുക്കുന്നില്ല. തീർച്ചയായിട്ടും ചില കാര്യങ്ങളൊക്കെ തെറ്റിപ്പോകും, അൺസർട്ടനിറ്റി ഉള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം, നമുക്ക് മാർക്സ് ഒക്കെ മിസ്സാകും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള മാർജിനാണ് എയിം ചെയ്യുന്നത്. റിമൈനിങ് ആയിട്ടുള്ള സിലബസ് നമ്മൾ എന്ത് ചെയ്യും, അത് വളരെ സ്മാർട്ടായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യുക. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് സ്മാർട്ട് സിലബസ് കവറേജ് ആണ്, ഒരിക്കലും ഫുൾ സിലബസ് കവറേജ് അല്ല. ആൻഡ് എക്സിക്യൂട്ട് വിത്ത് അറ്റ്മോസ്റ്റ് ക്വാളിറ്റി. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിഗ്രി തലത്തിലുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നല്ല രീതിയിൽ എക്സിക്യൂഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു പരീക്ഷ കൂടിയാണ്. നമ്മുടെ സ്ട്രാറ്റജി അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രക്ചർ ചെയ്യണം എന്നുള്ളത് ഓരോ വിഭാഗത്തിലായിട്ട് നമ്മൾക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്. ഇവിടെ വളരെ സിമ്പിളാണ്. സിമ്പിൾ അരിത്തമെറ്റിക്കുമായി ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും, ഇക്വേഷൻസും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. മെന്റൽ എബിലിറ്റി വിഭാഗത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള പ്രിപ്പറേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ചുരുക്കം ചില ടോപ്പിക്കുകളുണ്ട്. പ്രാക്ടീസിലൂടെയും പ്രാക്ടീസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പഠനത്തിലൂടെയും നമ്മൾക്ക് അങ്ങനെ കവർ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകളുണ്ട്. ഇവിടെയുള്ള നമ്മുടെ ഒരു ഇക്വേഷൻ വളരെ സിമ്പിളാണ്. കോൺസെപ്റ്റുകൾ പഠിക്കുക, ഇക്വേഷൻസ് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, പ്രാക്ടീസ് ബേസ് ആയിക്കൊണ്ട് വീണ്ടും റിവൈസ് ചെയ്യുക. അതായത് നമുക്ക് മിസ്റ്റേക്സ് വരും, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുന്ന ഘട്ടത്തിൽ മിസ്റ്റേക്ക് വരുമ്പോൾ ആ കാര്യങ്ങൾ വീണ്ടും പഠിക്കുക.
ഇങ്ങനെ അവിടെ ഒരു പെർഫെക്ഷനിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇനി ജനറൽ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ 2 വിഭാഗങ്ങളാണുള്ളത്, ഇംഗ്ലീഷ് ഗ്രാമർ അതോടൊപ്പം തന്നെ വൊക്കാബുലറി. ഇംഗ്ലീഷ് ഗ്രാമർ വളരെ സിമ്പിളാണ്. റൂൾസ്, കോൺസെപ്റ്റുകൾ വളരെ വ്യക്തമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. റീകോൾ എന്നുള്ളത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് വരുന്നത് വൊക്കാബുലറി റീജിയൻ ആണ്. വൊക്കാബുലറിയിൽ നിന്നും നമ്മൾക്ക് 100% മാർക്സ് നേടാൻ പറ്റണം എന്ന രീതിയിലല്ല, പരമാവധി അവിടെ നമ്മൾക്ക് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കുന്ന ടോപ്പിക്കുകളുണ്ട്, അത് ടാർഗറ്റ് ചെയ്ത് പഠിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി മലയാള വിഭാഗത്തിൻ്റെ പ്രിപ്പറേഷൻ എഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. പ്രാഥമികമായിട്ടുള്ളൊരു പഠനം നിങ്ങൾ നടത്തുക, അതിനുശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബേസ് ചെയ്തുകൊണ്ടുള്ള റിവിഷനും പഠനവും കണ്ടക്ട് ചെയ്യുക. ജനറൽ ഇംഗ്ലീഷിൻ്റെ കേസിലും അതോടൊപ്പം തന്നെ മലയാള വിഭാഗത്തിൻ്റെ കേസിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന, അതായത് പഠനത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു റിസോഴ്സ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നമ്മൾ മലയാള വിഭാഗം എടുക്കുകയാണെങ്കിൽ അതേ സിലബസിലുള്ള ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ലഭ്യമാകും. എക്സ്റ്റെൻസീവ് ആയിട്ട് അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, തീർച്ചയായിട്ടും മികച്ച ഒരു സ്കോർ നിങ്ങൾക്ക് അവിടെ നേടാനായിട്ട് സാധിക്കും. ഇത് നമ്മുടെ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ്, ഈ 3 വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന നമ്മൾ പൊതുവിൽ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന റീജിയൻ. ഇനി നമ്മൾ ഹൈ ഈൽഡ് GK റീജിയൻസിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് ഹിസ്റ്ററി വിഭാഗമാണ്. സ്കോറിംഗ് ഏരിയാസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ഹിസ്റ്ററി വിഭാഗത്തിൻ്റെ സിലബസിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങൾ നോക്കുക. ഇപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററി എടുക്കുകയാണെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ ബ്രിട്ടീഷ്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ദെൻ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൽ ഗാന്ധിജിയുടെ പങ്ക് എന്താണ് എന്നൊരു കാര്യം, പോസ്റ്റ് ഇൻഡിപെൻഡൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തമായിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് സിലബസിൽ ഉണ്ടാവുക. അത് നമ്മൾ ഏത് വിഭാഗം ഹിസ്റ്ററിയിൽ നിന്ന് എടുത്താലും ആ രീതിയിലാണ് ഉണ്ടാവുക. ആ സ്കോറിംഗ് ഏരിയാസിനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത ഈ ഒരു ഹൈ ഈൽഡ് GK വിഭാഗമായിട്ടുള്ള ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ, ആ ഒരു വിഭാഗം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരല്പം കൂടി വ്യത്യസ്തമാണ്. അവിടെ ഹൈ ഈൽഡ് ടോപ്പിക്കുകളാണ്. ആ ഹൈ ഈൽഡ് ടോപ്പിക്കുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്യുക. ആ ടോപ്പിക്കുകളിൽ നിന്നൊക്കെ നമ്മൾക്ക് ഈ മാർക്സിൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രതീക്ഷിക്കാം, കാരണം കൂടുതൽ മാർക്സിൻ്റെ ഷെയർ ഉള്ള ഒരു വിഭാഗമായതുകൊണ്ട്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് പഠിക്കുക. ഇനി റെസ്റ്റ് ഓഫ് ദ GK ടോപ്പിക്കുകളിലേക്ക് നമ്മൾ വരുന്നു. ഇവിടെയുള്ളൊരു ചലഞ്ച് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സിലബസ് കൂടുതലും അതുപോലെ തന്നെ മാർക്സ് കുറവുമാണ്. അതായത് നമ്മൾ 6ഓളം സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ റീജിയൻസ് പഠിച്ചുകൊണ്ടാണ് ഈ 30 മാർക്സ് അഡ്രസ്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും നമ്മളൊരല്പം സെലക്റ്റീവായ അല്ലെങ്കിൽ ഹൈ ഈൽഡ് ഏരിയകൾ തിരഞ്ഞു പിടിച്ച് പഠിക്കേണ്ടതുണ്ട്. അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ തന്നെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്ത് അത്തരത്തിൽ സമയം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ വിചാരിച്ച രീതിയിൽ നല്ല ക്വാളിറ്റിയിൽ ആ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഇനി പൊതുവിൽ ഈ ഹൈ ഈൽഡ് ഏരിയാസ് അല്ലെങ്കിൽ സ്കോറിംഗ് റീജിയൻസ് ഇവ എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും? ഇറ്റ്സ് വെരി സിമ്പിൾ. സിലബസ് എന്നുള്ളതൊരു ഡോക്യുമെന്റ് ആയിട്ട് കരുതുക, അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയാൽ എവിടെ നിന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ഏതൊക്കെ റീജിയൻസ് ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കുകൾ ടാർഗറ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ലഭിക്കും. ഇനി ഇത്തരത്തിൽ നമ്മൾ സ്കോറിംഗ് റീജിയൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് അല്ലെങ്കിൽ ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവയിൽ പ്രിപ്പറേഷൻസ് ചെയ്താൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചോദ്യങ്ങൾ വരികയില്ലേ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഡെഫിനറ്റ്ലി വരും. അത്തരത്തിൽ അൺസർട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സർപ്രൈസിങ് എലമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സാമിനേഷനിൽ വരും. പക്ഷേ അത് ഒരിക്കലും പ്രിലിമിനറി എക്സാമിനേഷൻ നിങ്ങൾ ക്വാളിഫൈ ചെയ്യുന്നത് ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ ആയിരിക്കില്ല. അത്തരത്തിൽ സർപ്രൈസിങ് എലമെന്റ് കൊണ്ടുവരുന്ന 2-3 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 4-5 ചോദ്യങ്ങൾ വന്നാലും അവ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ പോലും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ ഒരു ഘട്ടത്തിൽ പ്രിപ്പറേഷൻ എന്ന് മാത്രമല്ല എക്സിക്യൂഷന് കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുക, ഡെയിലി ഒരു മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഒരുപാട് നമ്പർ ഒന്നും വേണ്ട, ജസ്റ്റ് എ മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് സെറ്റ് ഓഫ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു അവസാന ഘട്ടത്തിൽ നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. അത് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. നമ്മുടെ പ്രിപ്പറേഷൻ എന്നുള്ളത് എക്സാം പെർഫോമൻസിലേക്ക് മാറണമെങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. ഈ രീതിയിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടാണ് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെ എക്സാമിനേഷൻ വന്നാലും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഹിയർ വി ഇൻട്രൊഡ്യൂസ് our 30-day പ്രിലിംസ് എക്സിക്യൂഷൻ ലാബ്. അപ്കമിംഗ് ഡിഗ്രി ലെവൽ എക്സാമിനേഷന് വേണ്ടി നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചേർഡ് പ്രിപ്പറേഷൻ സിസ്റ്റമാണിത്. സിലബസിനെ 30 മൊഡ്യൂൾസിലായി ഡിവൈഡ് ചെയ്തുകൊണ്ട് അത്തരത്തിലാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു ഹൈ ഈൽഡ് സ്ട്രാറ്റജി ആയിരിക്കും നമ്മളിവിടെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഹൈ ഈൽഡ് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും കൺസൈസ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ദെൽ ബി ഡെയിലി പ്രാക്ടീസ് ടെസ്റ്റ്, കംപ്ലീറ്റ് സെറ്റ് ഓഫ് PYQ ആൻഡ് എ പേഴ്സണൽ മെന്റർഷിപ്പ് ആസ് വെൽ. പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആകും. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അറിയണം എന്ന ആഗ്രഹമുണ്ട് എങ്കിൽ ഇവിടെ നൽകിയിട്ടുള്ള ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ PL30 എന്ന് മെസ്സേജ് ചെയ്യുക. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എനിവേ, പ്രിലിമിനറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ദിസ് ഇസ് ഹൗ യു ക്ലിയർ പ്രിലിംസ്. യു ഡോണ്ട് നീഡ് ടു കംപ്ലീറ്റ് എവറിത്തിങ്, കവർ വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ്. എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ എന്താണോ ആവശ്യമുള്ളത് അത് ഏറ്റവും സോളിഡായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുക. നോട്ട് മോർ പ്രിപ്പറേഷൻ ബട്ട് ടാർഗറ്റഡ് പ്രിപ്പറേഷൻ. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ക്വാളിറ്റി പ്രിപ്പറേഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓവർ ക്വാണ്ടിറ്റി. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല,
പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ക്വാളിറ്റിയിൽ പഠിക്കുക, അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ പ്രിപ്പറേഷൻസ് ചെയ്യുക. ആൻഡ് റിമെമ്പർ വൺ തിങ്, വെൻ ഇറ്റ് കംസ് ടു പ്രിലിമിനറി എക്സാമിനേഷൻ, സ്മാർട്ട് പ്രിപ്പറേഷൻ ഓൾവേസ് വിൻസ്. സോ അത്തരത്തിൽ ഏറ്റവും സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കൂ. ആൻഡ് മേക്ക് ഷുർ ടു ജോയിൻ അസ് ഓൺ ടെലിഗ്രാം ആസ് വെൽ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളെല്ലാം തന്നെ നമ്മൾ നമ്മുടെ പബ്ലിക് ടെലിഗ്രാം ചാനൽ വഴിയായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. സോ ഞാൻ ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ എന്നുള്ളത് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷനാണ്, ഒരു ഗുഡ് ക്വാളിറ്റി ക്വാളിഫയിങ് എക്സാമിനേഷനാണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ സ്മാർട്ടായിട്ട് പ്രിപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും പാനിക് ആവേണ്ടതിൻ്റെ ഒരു ആവശ്യകതയില്ല. പ്രിപ്പറേഷൻ വൈകിപ്പോയി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ഒരിക്കലും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇനിയുള്ള ദിവസങ്ങൾ വളരെ സ്മാർട്ടായിട്ടാണ് നിങ്ങൾ വിനിയോഗിക്കുന്നതെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റെന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വീഡിയോസ് അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിലൂടെ ചോദിക്കാം. ആൻഡ് ഇഫ് യു ആർ ഫസ്റ്റ് ടൈം ഹിയർ, then make sure to subscribe. So thank you so much guys for watching this particular video, and I hope to see you in the next one.